ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് തമ്പലയിൽ കണ്ട പോലെ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല, ഡയറക്റ്റായിട്ട് കാര്യത്തിലെടുക്കാം. രാശിചക്രത്തിലെ മേടം ലഗ്നത്തിൻ്റെ രണ്ടാം പാർട്ടാണെന്ന് പറയാൻ പോണത്. അപ്പോൾ നിങ്ങൾ തമ്പലയിൽ കണ്ടുപോലെ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇനി എന്താണ് പറയാനുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളൂ, ഒന്നും കൂടി അത് വിശദീകരിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാം പാർട്ടായിട്ട് വരുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം വേണം ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ് സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് അടുത്ത വീഡിയോസിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കാരണം ഒന്നാം പാർട്ട് ഇട്ടു, രണ്ടാം പാർട്ട് കൂടി കഴിഞ്ഞ ശേഷം ഓരോ രാശിയിൽ ഓരോ ഗ്രഹങ്ങളിൽ നിന്ന് കഴിഞ്ഞുള്ള ഫലം ഉണ്ട്. നമ്മൾ 12 ലഗ്നഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി രാശിയിൽ നിന്ന് കഴിഞ്ഞ ഒരു ഫലമുണ്ട്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ദുർഗ യൂട്യൂബിൻ്റെ കഴിഞ്ഞ ഒരു ഗ്രഹങ്ങളുടെ രോഗാവസ്ഥകൾ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ വളരെ വ്യൂസാണ്. ഒരു 200-250 ചൊവ്വടെയാണ് വ്യൂസ് വളരെ ദയനീയമായിട്ട് പോണത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു കണ്ടന്റ് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം വ്യൂസ് വളരെ കുറവാണ്, അതുപോലെ തന്നെ വാച്ച് ടൈമും കുറഞ്ഞു, വ്യൂസും കുറഞ്ഞു. നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട കുറച്ച് പേര് മാത്രമേ നമ്മളെ വീഡിയോസ് നിരന്തരമായിട്ട് കാണുള്ളൂ. പക്ഷേ ഈ ഒരു വീഡിയോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ആ ഒരു പോർഷൻ അല്ലെങ്കിൽ ആ 7 വീഡിയോസിൻ്റെ ആ രോഗാവസ്ഥകളുടെ ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ പുതിയ പുതിയ ഗ്രഹനില വിശകലനമായിട്ട് വീണ്ടും വരുന്നതാണ്. പിന്നെ ദുർഗ യൂട്യൂബ് പൊതുവെ നിങ്ങളുടെ എല്ലാം മറ്റ് ചാനലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും താഴ്ന്ന രീതിയിൽ പോകുന്നൊരു യൂട്യൂബ് ചാനലാണ്. കാരണം നമ്മളിതിൽ ഇറങ്ങി വന്നിട്ടേ ഉള്ളൂ. ആൾക്കാർക്ക് നമ്മൾ സെർച്ച് ചെയ്ത് ആയി വരണം. പിന്നെ അതേപോലെ തന്നെ എന്നാൽ കഴിയുന്ന നിങ്ങൾ ഇനിയും പൊട്ടക്കുഴിയിലേക്ക് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ പുതിയ അറിവുകളിലൊക്കെ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോസിലേക്ക് നമുക്ക് കടക്കാൻ പോകണം. അതിനു മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈക്ക് പ്രതീക്ഷിക്കുന്നു, കമൻറ്റ് പ്രതീക്ഷിക്കുന്നു. ഇത്രയും മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ രാശിചക്രത്തിലെ മേടം ലഗ്നമായിട്ട് വരിക. ഇതാണ് മേടം രാശി, ഒന്നാം രാശി. ഈ ഒന്നാം രാശി അതായത് 12 രാശിയിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. ഈ രാശിയിൽ ബന്ധപ്പെടുന്നത് അശ്വതി, ഭരണി, കാർത്തിക. അശ്വതി 4 പാദമുണ്ട്, ഭരണി 4 പാദം, കാർത്തിക 1 പാദം. അതായത് 13 ഡിഗ്രി ഒരു നക്ഷത്ര പാദം എന്ന് പറയുന്നത് 13 ഡിഗ്രി 20 മിനിറ്റ് ആണ്. അങ്ങനെ 13 26 ഡിഗ്രി 40 മിനിറ്റ് ഈ മേടൻ രാശിയിൽ അശ്വതി 4 പാദം. ഈ 4 പാദം നമ്മുടെ മേടൻ രാശിയിലാണ്. ഭരണയുടെയും 4 പാദം നമ്മുടെ മേടൻ രാശിയിലാണ്. കാർത്തിക കാല് എന്ന് വെച്ചാൽ 1-ാം പാദം മേടൻ രാശിയിലാണ്. ബാക്കി 3/4 വരുന്നത് ഇടവൻ രാശിയിലാണ്. അപ്പോൾ ഈ മേടൻ രാശിയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി. അശ്വതി 4-ാം പാദം, ഭരണി 4-ാം പാദം, കാർത്തിക 1-ാം പാദം. ഈ രാശിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മേടൻ രാശിക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ അധിപൻ, അതായത് ഈ ലഗ്നത്തിൻ്റെ അധിപൻ പരിപൂർണമായ ഒരു പുരുഷ ഗ്രഹമാണ്. അത് നമ്മുടെ ഗ്രഹങ്ങളിൽ രാജകുടുംബമായിട്ട് കിടക്കുകയാണെങ്കിൽ സേനാ നായകനാണ് ഈ കുജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതുമാത്രമല്ല ചരരാശിയാണ്. ഈ ചരരാശി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഈ ചരരാശി എപ്പോഴും സഞ്ചാരപ്രിയനായിരിക്കും ഈ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുന്നത്. സഞ്ചാരപ്രിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ജീവിതത്തിൽ ജോലി സ്ഥലത്തൊക്കെ ആയ പല മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ട് ഇരിക്കാം എന്നുള്ളതും കൂടി വേണം. അതേ ഒന്നും ക്ഷത്രിയ രാശിയാണ്. ഒരു പരിപൂർണ ഒരു പാപ നമ്മൾ ഈ മേടലഗ്നത്തിന്റെ എന്ന് പറയുന്നത് ഈ നമ്മുടെ ആ കുജൻ ആധിപത്യം. ഈ മേടലഗ്നത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് കുജനാണ്. ഈ മേടലഗ്നത്തിന്റെ അധിപൻ കുജൻ പരിപൂർണമായിട്ടും പാപഗ്രഹത്തിൽപ്പെട്ട ഒരു ഗ്രഹമാണ്. അത് മാത്രമല്ല ഇതിന്റെ കുജന്റെ കാരകത്വം അതായത് കുജന് ഒരു കാരകത്വമുണ്ട്. അതൊരു 6-ാം ഭാവത്തിന്റെ ഈ 6-ാം ഭാവം കൊണ്ടാണ് രോഗം. അതായത് ഇവിടെ നോക്കുമ്പോൾ 1 2 3 4 5 6-ാം ഭാവം കൊണ്ടാണ് നമുക്ക് രോഗം,
രോഗം, കളവ്, ചതി, വഞ്ചന ഇത്യാദി കാര്യങ്ങളൊക്കെ 6 കൊണ്ടാണ് ചിന്തിക്കുന്നത്. 6ന്റെ കാരകനാണ് കുജൻ. അതേപോലെ തന്നെ ഈ രാശിയിൽ, മേടൻ രാശിയിലൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ പുരുഷനാണെങ്കിൽ അതായത് നല്ല ആകാര വടിവോട് കൂടിയിട്ടുള്ള ഒരു പ്രകൃതമായിരിക്കും. അത് മാത്രമല്ല കുജൻ എന്ന് പറയുന്നത് എന്താ പറയുക, എടുത്തുചാട്ടം, മുൻകോപം, എടുത്തുചാട്ടക്കാരനും ദേഷ്യക്കാരൻ, എന്താ പറയുക, കലഹക്കാരൻ എല്ലാം ചിന്തിക്കുന്നത് ഈ കുജനാണ്. അത് മാത്രമല്ല ഈ കുജൻ, ഈ മേടൻ ലഗ്നത്തിന്റെ അധിപൻ കുജൻ എന്ന് പറയുന്നത് ഇവിടേക്ക് സ്ത്രീ ജനിക്കുകയാണെങ്കിലും ഈ പുരുഷ സ്വഭാവം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോസ് ഇട്ടിരുന്നു. ഇവിടെ പരിപൂർണമായിട്ട് സ്ത്രീ ജനിക്കുകയാണെങ്കിലും ഒരാളോടും, അതായത് കലഹപ്രിയനാണ് കുജൻ ലഗ്നത്തിൽ. പിന്നെ മാത്രമല്ല ലഗ്നാധിപൻ എന്ന് പറയുന്നത് ഇത് മേടൻ ലഗ്നമാണ്, കുജനാണ് അധിപൻ. അവിടെ മേടൻ ലഗ്നത്തിന്റെ അധിപൻ 12 രാശികൾ എവിടെയെങ്കിലൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ 12 രാശിയിൽ നിൽക്കുമ്പോൾ ലഗ്നാധിപൻ ഏത് രാശി എന്ന് പറഞ്ഞാൽ അവിടെ 12-ലായാൽ ഇവിടെ 12-ൽ കുജൻ നിൽക്കാന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ 8-ൽ കുജൻ നിൽക്കാന്ന് വിചാരിച്ചോളൂ. 8-ൽ കുജൻ നിൽക്കുമ്പോഴും 6, 8, 12 ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിലും ലഗ്നാധിപൻ ഏത് രാശിയിൽ നിൽക്കുന്നു ആ രാശിക്ക് പുഷ്ടിമ പറയണം, അവിടെ ദോഷമല്ല പറയേണ്ടത്. അതുമാത്രമല്ല ഈ ലഗ്നത്തിന്റെ 8ാം ഭാവം എന്ന് പറയുന്നത് വൃശ്ചികം രാശിയാണ്. അതായത് വൃശ്ചിക രാശി എന്ന് പറയുന്നത് നമ്മളുടെ 8ാമത്തെ രാശിയാണ് വൃശ്ചികം. അപ്പൊ ഇവിടെ കുജൻ 8ഉം 1ഉം ഭാവാധിപത്യം ഒരു ഗ്രഹം വഹിക്കുകയാണെങ്കിൽ അതിന് പാപനോ എന്താ പറയാ ശുഭനോ ഒന്നുമില്ല, ദീർഘായുസ് പറയാൻ പറ്റും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ കുജൻ ഒരു രാശിയിൽ നിൽക്കുന്നത് 48 ദിവസമാണ്. അതായത് ലഗ്നാധിപൻ നിങ്ങളുടെ ജാതകത്തിൽ ലഗ്നം എവിടെയെങ്കിലൊക്കെ ഉണ്ടാകും. ആ ലഗ്നത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് ഈ ലഗ്നത്തിന്റെ അധിപൻ കുജനാണ്. കുജൻ ഒരു രാശിയിൽ നിൽക്കുന്നത്, അതായത് ചാരവശാൽ നമ്മുടെ കുജൻ ഒരു രാശിയിൽ നിൽക്കുന്നത് 48 ദിവസമാണ്. ഒരു രാശിയിൽ കൂടി സഞ്ചരിക്കുന്നത് ഒരു രാശിയിൽ 48 ദിവസം നിൽക്കും. അതുമാത്രമല്ല ഈ കുജൻ എന്ന് പറയുന്നത് ഏറ്റവും പവർഫുള്ളായ പാപനായ എന്ന് പറയുന്നത് അല്ല, കർമ്മ മേഖലയിലൊക്കെ നല്ല പുഷ്ടിമ വരുത്ത ഒരാളാണ്. അതേപോലെ തന്നെ നമുക്ക് ലഗ്നത്തിലൊക്കെ കുജൻ നിൽക്കുന്നത്, ലഗ്നാധിപൻ എന്ന് പറയുന്നത് കുജൻ 8ാം ഭാവാധിപനും കൂടിയാണ്. 8ാം ഭാവാധിപനും കൂടി ആകുമ്പോൾ ഒരു ദീർഘായുസ് സൂചന തരുന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ കുജൻ ഒരു അഗ്നി കാരകത്വമുണ്ട്. അതായത് കുജന്റെ കാരകത്വം എന്ന് പറയുന്നത് അടക്കള, അതാണ് നമ്മുടെ അടുക്കള സംബന്ധമായിട്ട് ഉള്ള ഒരു കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ദേഷ്യം, എടുത്തുചാട്ടം ഇത്യാദി കാര്യങ്ങളൊക്കെ കുജനെ കൊണ്ട് പറയും. പിന്നെ പറയണു മെലിഞ്ഞ ശരീരം ഉള്ള വ്യക്തിയായിരിക്കും ഈ മേടൻ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ. മെലിഞ്ഞ ശരീരം, കാരണം കുജൻ എപ്പോഴും ഒരു അലസത സ്വഭാവമുള്ള വ്യക്തിയായിരിക്കും. ഈ മേടൻ ലഗ്നത്തിൽ സംബന്ധിച്ച് അലസത സ്വഭാവം ഉണ്ടാവും. അതേപോലെ തന്നെ ഈ കുജൻ എന്ന് പറയുന്നത് നമുക്ക് കുജൻ നിൽക്കുന്ന രാശി ഇപ്പൊ മേടൻ ലഗ്നാണ്. കുജൻ ഇവിടെ നിൽക്കാൻ വിചാരിച്ചുള്ളൂ. 1, 2, 3, 4ലേക്ക് ദൃഷ്ടിയുണ്ട്. ഈ 4ാം ഭാവത്തിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട്. അതേപോലത്തെ കുജൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് 7ലേക്ക് ദൃഷ്ടിയുണ്ട്. കുജൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് 8ലേക്ക് ദൃഷ്ടിയുണ്ട്. ഈ കുജൻ നിൽക്കുമ്പോൾ 1, 2, 3, 4 എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 4ലേക്ക് ദൃഷ്ടി വരുമ്പോൾ എന്താണ് പറയണത്, ഈ ബന്ധുക്കളും അതേപോലെ തന്നെ 4 കൊണ്ടാണ് വീട്, വാഹനം ഇത്യാദി കാര്യങ്ങൾ 4 കൊണ്ട് ചിന്തിക്കുന്നത്. മാതാവുമായിട്ടൊക്കെ ദൃഷ്ടിക്ക് വരുന്ന സമയത്ത് ചന്ദ്രൻ ദുസ്ഥാനത്തൊക്കെ ആണെങ്കിലും അവിടെ 4ലേക്ക് കുജന ദൃഷ്ടി ഉണ്ടെങ്കിലും മാതാവും ഈ പറയണ മാതാവ് തമ്മിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ നിൽക്കുന്ന രാശിയിൽ 7ലേക്ക് ദൃഷ്ടി വരുമ്പോൾ വിവാഹത്തിന് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അവിടെ കുജന്റെ ദൃഷ്ടി വരുമ്പോൾ ദോഷമാണ്. 8ലാണെന്നുണ്ടെങ്കിൽ അവിടെ ബലവാനാണ്. പക്ഷെ ബലവാനായാലും വേറെ രാശിയിലൊക്കെ ഇവിടെ ദീർഘായുസ് പറയും. പക്ഷെ വേറെ രാശിയിലൊക്കെ ബെൽറ്റിലൂടെ ബന്ധപ്പെടുമ്പോൾ അവിടെയും ദോഷം കൊടുക്കും. കാരണം 8 എന്ന് പറഞ്ഞാൽ മരണം, ദുഃഖം, വേർപാട് ഇത്യാദി കാര്യങ്ങളാണ്. 7 കൊണ്ടാണ് മതഭാവം ചിന്തിക്കുന്നത്. ഈ ജീവിത പങ്കാളി എങ്ങനെയായിരിക്കണം എന്നുള്ളത് 7 കൊണ്ടാണ് ചെയ്യുന്നത്. ഇവിടെ 7ാം ഭാവാധിപനെ നോക്കണം. ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ഇവിടെ നമ്മൾ കുജൻ 4 നിൽക്കുന്ന രാശി 4ലേക്ക് ദൃഷ്ടിയുണ്ട്, നിൽക്കുന്ന രാശിയിൽ 7ലേക്ക് ദൃഷ്ടിയുണ്ട്, നിൽക്കുന്ന രാശിയിൽ 8ലേക്ക് ദൃഷ്ടി. ഇതാണ് കുജന്റെ ദൃഷ്ടി എന്ന് പറയുന്നത്. അപ്പൊ 4ലേക്കൊക്കെ കുജൻ ദൃഷ്ടി വരുമ്പോൾ മാതാവിന് ബുദ്ധിമുട്ടുകൾ വരാം. അതേപോലെ തന്നെ വീട് ഒക്കെ വെക്കാനുള്ള സമയങ്ങളിൽ അതായത് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന കാലഘട്ടം, ഇപ്പോൾ തുടങ്ങുന്ന കാലഘട്ടമാണെങ്കിൽ 4ലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നല്ലതല്ല. അല്ലെങ്കിൽ ചാരവശാൽ ചന്ദ്ര ദുസ്ഥാനത്ത് കുജന്റെ ദൃഷ്ടിയൊക്കെ വരുന്ന സമയത്ത് മാതാവിന് ബുദ്ധിമുട്ടുകൾ കൊടുക്കാം. അല്ലെങ്കിൽ ഇയാൾ മാതാവിനോട് കലഹം ഉണ്ടാക്കാൻ സാധ്യതയാണ്. കാരണം കുജൻ എന്ന് പറയുന്നത് ലഗ്നാധിപനാണ്. അപ്പൊ അതിനോടുള്ള ഈ കുജൻ ലഗ്നാധിപനായാലും കുജന്റെ ദൃഷ്ടി, മാതാവും തമ്മിൽ കലഹം. അതുമാത്രമല്ല
ഈ മനക്കാരകൻ ചന്ദ്രനാണ്. 4-ാം ഭാവാധിപൻ ചന്ദ്രൻ മനക്കാരകനാണ്. ഈ മനസ്സിന്റെ കാരകത്വം മനസ്വസ്ഥതയുള്ളതാണ്. അപ്പം ഈ കുജനും ചന്ദ്രനും ഒക്കെ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ദൃഷ്ടി കൊണ്ട് വരുമ്പോൾ സമയത്തും ഈ മനസ്വസ്ഥത കുറവ് വരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെയും ഒരു കാര്യമുണ്ട്. എടുത്തുചാട്ടം, ദേഷ്യം, മുൻകോപം, മനസ്വസ്ഥതയില്ല, മനസ്സ് ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുക, അങ്ങനെയും വരാനുള്ളതുണ്ട്. കാരണം മനസ്വസ്ഥതന്റെ കാരകത്വം ചന്ദ്രനുണ്ട്, ബ്ലഡിന്റെ കാരകനും ചന്ദ്രനാണ്. അപ്പൊ അങ്ങനെ ഒട്ടനവധി ഈ 4 കൊണ്ട് ചിന്തിക്കുമ്പോൾ അതിന് ബുദ്ധിമുട്ടുകൾ വരാം. അതേപോലെ തന്നെയാണ് ഇനി പറയുന്നത് 7-ാം ഭാവത്തിൽ ഈ ലഗ്നം 7-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് ഈ കുജൻ നിൽക്കുന്ന രാശി ലഗ്നാധിപന്റെ ഈ മേട ലഗ്നത്തിനുമ്പോൾ കുജന്റെ ദൃഷ്ടി 7ലേക്ക് വരും, മേട ലഗ്നത്തിന്. അപ്പോൾ വിവാഹ സംബന്ധമായിട്ട് 7ലേക്ക് ദൃഷ്ടി വരുമ്പോൾ അവിടെ ശുക്രനും കുജനും ദുസ്ഥാനത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാരകൻ 7-ാം ഭാവാധിപൻ ദുസ്ഥാനത്താണെന്ന് നോക്കണം. അതിന്റെ കാരകൻ 7ലേക്ക് കുജനെ ദൃഷ്ടി നോക്കും. കുജന് ശുക്രനെ ബന്ധപ്പെടുമ്പോൾ ഒരു പരസ്ത്രീ ബന്ധമൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ അത് മാത്രം 8ലേക്കാണ്. 8 എന്ന് പറയുന്നത് ഇവിടെ 8 വൃശ്ചികത്തിൻ്റെയും നമ്മുടെ ലഗ്നത്തിൻ്റെയും വൃശ്ചികത്തിൻ്റെയും മേടൻ രാശിൻ്റെയും അധിപൻ ഒരാളെ കൊണ്ട് ദീർഘായുസ് പറയാം. പക്ഷെ 8 മരണം, ദുഃഖം, വേർപാട് ഇത്യാദി കാര്യങ്ങൾ 8 കൊണ്ട് ചിന്തിക്കണം. അപ്പൊ ഇങ്ങനെയാണ് ഈ കുജന്റെ ഈ മേടൻ ലഗ്നത്തിന്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയണത്. പിന്നെ അതുമാത്രമല്ല എന്ത് കാര്യത്തിന് അഭിമാനിയായിരിക്കും ഈ കുജൻ നിൽക്കുമ്പോൾ. കുജന്റെ അതുമാത്രമല്ല വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ രവി ഈ നമ്മളുടെ മേടം ലഗ്നത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 3 ഗ്രഹങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. അതായത് കുജൻ സ്വക്ഷേത്ര ബലവാനാവുകയും ശനി 20 ഡിഗ്രിയിൽ നീചം ഭവിക്കുന്ന ഒരു ഗ്രഹവും രവി 10 ഡിഗ്രിയിൽ ഉച്ചനാവുകയും, അതാണ് മേടൻ ലഗ്നം എന്ന് പറയുന്നത്. ശനി 20 ഡിഗ്രി നീചം ഭവിക്കുകയും രവി 10 ഡിഗ്രി ഉച്ചനാകുകയും കുജൻ സ്വക്ഷേത്ര ബലവാനാകുകയും ചെയ്യുന്ന 3 ഗ്രഹബന്ധമാണ് മേടം ലഗ്നത്തിൽ വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് മുറിവ്, ചതവ്, ഒടിവ്. കാരണം ശനി ഇവിടെ 2 പാവ ബന്ധങ്ങൾ, ലഗ്നാധിപനായാലും ശനി ലഗ്നത്തിലേക്ക്, ഇവിടെ ശനി കുംഭൻ രാശിയിൽ നിൽക്കാൻ നോക്കൂ, മേടൻ രാശിയിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട്. ആ ദൃഷ്ടി വരുമ്പോൾ എന്താണ് പറയുന്നത്, ഈ നമ്മുടെ ചാരവശാലൊക്കെ വീണ്ടും വരുന്ന സമയത്ത് തേയ്മാനങ്ങൾ വരാം, അസ്ഥിക്ക് പ്രശ്നങ്ങൾ വരാം. ശനിയും കുജൻ ബന്ധപ്പെടുമ്പോൾ അഗ്നി മാരുത യോഗം ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അവിടെ രവി ഉച്ചനാണ്. ഇവിടെ രവി അതായത് 5-ാം ഭാവാധിപൻ എന്ന് പറയുന്നത് രവി, 5-ാം ഭാവാധിപൻ രവി ഇവിടെ ഉച്ചൻ 10 ഡിഗ്രിയിൽ ഉച്ചനാകും. 10 ഡിഗ്രി രവി ഉച്ചനാകുമ്പോൾ എന്താ പറയുക, 10 ഡിഗ്രിയിലാണെന്നുണ്ടെങ്കിൽ എന്താണ് പറയുന്നത്, ലോക പ്രശസ്തനാകും, സർക്കാരിനാൽ വരുമാനം, വിദേശ വൈദ്യ മേഖല, സർക്കാർ മേഖല, അങ്ങനെയൊക്കെ ബന്ധപ്പെടും. ഇവിടെ ഈ ലഗ്നാധിപൻ ഉച്ചനാവുന്നത് 28 ഡിഗ്രിയിൽ മകരത്തിലാണ്. 28 ഡിഗ്രിയിൽ മകരത്തിൽ ഈ ലഗ്നാധിപൻ ഉച്ചനാകുന്നുണ്ട്. അത് അത്യുച്ചനാണ്. അതായത് ഈ മേടൻ ലഗ്നത്തിന്റെ 10 എന്ന് പറയുന്നത് മകരൻ രാശിയാണ്. അപ്പൊ കുജനൊക്കെ 10-ാം ഭാവത്തിൽ ബന്ധപ്പെടുമ്പോൾ എന്ത് പറയണു, നമ്മുടെ മിലിറ്ററി, നേവി, IAS, IPS, അതേപോലെ തന്നെ നമ്മുടെ ജലസംബന്ധമായിട്ടുള്ള വിഭവങ്ങൾ വിൽക്കുന്നത്, അല്ലെങ്കിൽ നേവി, നമ്മുടെ ആയുധ മേഖല, സിവിൽ എഞ്ചിനീയറിങ്, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്, കമ്പ്യൂട്ടർ, അങ്ങനെ ഓട്ടോമൊബൈൽ, അങ്ങനെ ഒട്ടനവധി കാരകത്വങ്ങൾ ഈ കുജനെ കൊണ്ടുണ്ട്. ഒന്നും കൂടി പറയുന്നതിനാ, കുജൻ 10-മായിട്ട് ഈ മേടൻ ലഗ്നത്തിന്റെ അധിപൻ 10-മായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ, അതായത് 10ലേക്ക് ദൃഷ്ടി വരണം. ഏത് ഗ്രഹനിലയിലും ലഗ്നത്തിന്റെ 10ലേക്കൊക്കെ ദൃഷ്ടി വരുമ്പോൾ നിങ്ങളുടെ ഗ്രഹനില പ്രകാരം പറയുകയാണെങ്കിൽ കുജൻ ആയുധകാരകനാണ്. അതാണ് പറയുന്നത് മിലിറ്ററി, നേവി, ആർമി, ജലസംബന്ധമായിട്ടുള്ള വിഭവമായിട്ട് എന്താ പറയുക, അങ്ങനെ കപ്പൽ സംബന്ധമായിട്ടുള്ള മെക്കാനിക്കൽ, ഓട്ടോമൊബൈല്, അതേപോലെ സിവിൽ എഞ്ചിനീയറിങ്, പിന്നെന്താ പറയുക, അങ്ങനെ ഒട്ടനവധി ആ മേഖല ആയുധകാരം. അത് ഇപ്പോൾ നടക്കുന്ന നമ്മുടെ ബിൽഡിങ്, നമ്മുടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ 90% എല്ലാം ഇരുമ്പിലേക്ക് കയറി, ആയുധത്തിലേക്ക് കയറി കഴിഞ്ഞു. അങ്ങനെ ആയുധ മേഖലയിലൊക്കെ ആയുധ മേഖല എന്ത് മേഖലയായാലും IAS, IPS, അങ്ങനെ നല്ല പവറോട് കൂടിയിട്ടൊക്കെ നമ്മുടെ കുജൻ ഈ ലഗ്നത്തിൽ മാത്രമല്ല ഏതെങ്കിലും രാശിയിൽ 10-ാം ഭാവത്തിൽ കുജൻ ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ നല്ലൊരു അറിവുകൾ കൊടുക്കാം. അതുമാത്രമല്ല 8-ാം ഭാവം കൊണ്ടാണ് മരണം, ദുഃഖം, വേർപാട് ചിന്തിക്കുന്നത്. 6 കൊണ്ട് രോഗം ചിന്തിക്കണു. 12 കൊണ്ട് വ്യയമാണ്. അപ്പൊ 6, 8, 12 എന്ന് പറയുന്നത് അവിടെ ഒരു നമുക്ക് വൈദ്യ മേഖലയിലൊക്കെ സൂചന കൊടുക്കും. അപ്പം മേടൻ രാശിയിൽ എന്ന് പറയുന്നത് രവി 10 ഡിഗ്രിയിൽ ഉച്ചന, 5-ാം ഭാവാധിപൻ എന്ന് പറയുന്നത് രവി 5 ഡിഗ്രിയിൽ രവി 5-ാം ഭാവാധിപൻ രവി 10 ഡിഗ്രിയിൽ മേടൻ രാശി ഉച്ചനാകുകയും
കുംഭത്തിന്റെയും മകരത്തിന്റെയും അധിപനായ ശനി 20 ഡിഗ്രി നീചനാവുകയും നമ്മളുടെ കുജൻ സ്വക്ഷേത്ര ബലവാനാവുകയും ചെയ്യുന്ന മേടൻ രാശി 3 ഗ്രഹബന്ധമാണ് ഉള്ളത്. അപ്പോൾ കുജൻ നിൽക്കുന്നത് മേടൻ രാശിന്റെ 4 എന്ന് പറയുന്നത്, ഇതിന്റെ ത്രികോണം എന്ന് പറയുന്നത് മേട ചിങ്ങ ധനു. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറയണു ഇതിന്റെ ത്രികോണം എന്ന് പറയുന്നത് മേടം എന്ന് പറയുന്നത് മേടം ചിങ്ങം ധനു. ഇതിന്റെ ഇതാണ് അതായത് ഈ അതായത് നമ്മൾ കയ്യൂക്കിന്റെ ഈ കുജൻ എന്ന് പറഞ്ഞ രാജസേനയാണ്. അതായത് ഒരു കയ്യൂക്കിന്റെ ഒരു അധികാരത്തിന്റെ ആ വീറും വാശിയും അയാൾക്കുണ്ട്. ഏത് മേഖലയിലായാലും സഹോദരങ്ങളിലെ നമ്മുടെ 4 5 സഹോദരങ്ങൾ ഉണ്ടാവും. പക്ഷെ അവിടെ 3-ാം ഭാവത്തിനും കൊണ്ട് സഹോദരങ്ങൾ ചിന്തിക്കും. അതിന് സഹോദര ഗുണത്തിന്റെ കാരകൻ കുജനാണ്. ഒരാളെയും പരിഗണിക്കില്ല. അയാൾ എത്ര ചെറിയവനായാലും വേണ്ടില്ല, വലിയനാണ് വേണ്ട, ഏറ്റവും വലിയ കുടുംബത്തിൽ ഏറ്റവും വലിയ കാരണവരായാലും വേണ്ടില്ല. പക്ഷേ ഇവിടെ കുജന്റെ ആധിപത്യമുള്ള ഒരാളാണെങ്കിൽ ചെറിയവനല്ല, അവനെ ഭരിച്ചിരിക്കും. കാരണം ഇളയ സഹോദരങ്ങളെ സൂചിപ്പിക്കുന്ന കാരകൻ കുജനാണ്. അപ്പൊ അങ്ങനെയും സൂചനകൾ കൊടുക്കുന്നുണ്ട്. അപ്പം അത് മാത്രമല്ല, എല്ലാം കൊണ്ട് കീർത്തിമാനാണ് കുജൻ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ 10ലൊക്കെ ബന്ധപ്പെടുമ്പോൾ കീർത്തിമാനാവേണ്ടതാണല്ലോ. കള്ളം വളരെ അലസതന്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് മേടം എന്ന് പറയുന്നത് കയ്യൂക്കിന്റെ ഒരു സ്വഭാവമാണ്. കയ്യൂക്ക്, ദേഷ്യം, എടുത്തുചാട്ടം, മുൻകോപം, ഒരാളെയും പരിഗണിക്കില്ല. നമ്മുടെ ഈ കുജനൊക്കെ ഒരാളെയും പരിഗണിക്കുന്നില്ല. ഞാനെന്ന ഭാവം, ഞാനെന്നൊരു അഹങ്കാരം എപ്പോഴും മേടലഗ്നക്കാരൻ ഉണ്ടാകും എന്നുള്ളതാണ്. അതുമാത്രമല്ല, 5-ാം ഭാവം രവി എന്നാണ്, അധികാരമാണ്. രാജകുടുംബത്തിലെ രാജാവാണ്. രാജാവെന്ന് പറഞ്ഞ എന്ത് കാര്യത്തിൽ ഷാർപ്പ്നെസ്. അതായത് 3 പുരുഷ ഗ്രഹങ്ങളാണ്, പരിപൂർണ പുരുഷ ഗ്രഹങ്ങൾ. അതായത് കുജൻ പുരുഷ ഗ്രഹങ്ങൾ. രവി രാജാവിന്റെ സേവകനാണ് കുജൻ. അതായത് ആ രാജ്യത്തെ ഭരിക്കുന്ന ഒരാളാണ് കുജൻ. അതിന്റെ ധനു എന്ന് പറയുന്നത് പവറിന്റെ ഒരാളാണ്. അതായതാണ് പറയുന്നത് മേടച്ചിങ്ങ ധനു. ഇതിന്റെ ത്രികോണങ്ങൾ എന്ന് പറയുന്നത് വളരെ ഈ സ്വഭാവം ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. കാരണം അധികാരം, പവർഫുൾ, ഷാർപ്പ്നെസിന്റെ, അതായത് ഒരു മിനിറ്റ് പോലും ഒരു വ്യത്യാസമില്ലാതെ അതായത് ഷാർപ്പ്നെസിന്റെ ഒരാളാണ് രവി. അതായത് നമ്മുടെ അടുക്കളയിൽ ഒരു കുപ്പി ഗ്ലാസ് താഴെ ജസ്റ്റ് ഒന്ന് വീണാൽ മതി, അപ്പോൾ തന്നെ പ്രതികരിക്കും സെക്കൻഡ് കൊണ്ട്. അതാണ് ഷാർപ്പ്നെസിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കുന്നത്, അവിടെ എന്താ ഒച്ചപ്പാണ്, എന്ത് കാര്യത്തിന് ഷാർപ്പ്നെസ്, അതിൻ്റെ ഒരാളാണ് രവി. അതാണ് അധികാരത്തിന്റെ ഒരാളെന്ന് തന്നെ. ആ അധികാരം കാണിച്ചിരിക്കും. അതേപോലെ തന്നെ ധനു എന്ന് പറയുന്നത് നമ്മളുടെ പവർ എന്ന് പറയുന്നത് അധികാരത്തിന്റെ പവർ എന്ന് വെച്ചാൽ ഒരു വിദ്യ കിട്ടി, ആ വിദ്യയിലൂടെ അല്ലെങ്കിൽ ആ വിദ്യയിലൂടെ പവറുള്ള ഒരു എന്താ പറയാ, നല്ല മുന്നോട്ടായിട്ട് ഒരു ആഹാര വടിയോട് കൂടിയിട്ട് ഞാൻ പവറിന്റെ ഒരു അഹന്ത ഉണ്ടാവും. അതായത് നമ്മൾ നല്ലൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവും. സാധാരണ റോട്ടിൽ കൂടെ പോകുന്ന ആൾക്കാരൊന്നും ഈ പവറുള്ള നല്ലൊരു ആൾക്കാരൊക്കെ ഒരു ബഹുമാനിക്കോ ഇല്ല. അതിനുള്ള അഹങ്കാരം, ആ പവർ ഉണ്ടാകും. അതിനുള്ള വിദ്യാഭ്യാസം, ക്വാളിറ്റി ഈ അയാൾക്കുണ്ട്. അതാണ് കയ്യൂക്കിന്റെ പവറിന്റെ മേടച്ചിങ്ങ ധനു എന്ന് പറയുന്നത് പരിപൂർണ പുരുഷ ഗ്രഹങ്ങളാണ് പറയുന്നത്. അപ്പം ഇവിടെ എന്തൊരു അലസത ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും, അതേപോലെ തന്നെ കള്ളം പറയുന്ന സ്വഭാവം ഉണ്ടാവും. മാതാവിന് നിൽക്കുന്ന രാശി ഇതിന്റെ നമ്മുടെ 5 ത്രികോണം എന്ന് പറയുന്നത് 9, 5 ഇതാണ് മേടച്ചിങ്ങത്തിന്റെ 9. ഇതിന്റെ 4 7 10 കേന്ദ്രങ്ങൾ. അതായത് മേടച്ചിങ്ങ ധനു ത്രികോണവും കർക്കിടകം, തുലാം, മകരം കേന്ദ്രങ്ങളുമാണ്. അപ്പൊ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെയുണ്ട്. അതേപോലെ പറയുന്നുണ്ട് ഭാര്യയുമായിട്ടൊക്കെ കലഹങ്ങൾ ഉണ്ടാവാൻ ഭാര്യപരമായിട്ടുള്ള കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ലഗ്നാധിപൻ ഈ ലഗ്നത്തിൽ നിന്ന് കുജന്റെ 7 എന്ന് പറയുന്നത് ഈ തുലാം രാശിയാണ്. അപ്പൊ തുലാ രാശിയിലൊക്കെ കുജനൊക്കെ ബന്ധപ്പെടുന്നത് ലഗ്നാധിപൻ എന്ന് പറയുന്നത് പാവഗ്രഹമാണ്, പരിപൂർണ പാവഗ്രഹമാണ്. കാരണം അപ്പോൾ ക്ഷത്രിയ രാശിയാണ്. ആ ക്ഷത്രിയ രാശിയുടെ ഇതായതുകൊണ്ട് കുജനൊക്കെ 7ലേക്കൊക്കെ ബന്ധപ്പെടുമ്പോൾ എന്താ പറയാ, നിന്ദ്യകുലത്തിൽ ജനിച്ചവളോ ദുശീലമുള്ളവനോ അംഗവൈകല്യമുള്ളവനോ ആകാം എന്ന് പറയും. മേടലഗ്നത്തിൽ എന്ന് പറയുന്നുണ്ട് ദുശീലമുള്ളവരോ അംഗവൈകല്യമുള്ളവരോ ആകാം. അവർക്ക് സ്വജനങ്ങളിൽ
അനുകമ്പ ഉണ്ടായിരിക്കും നല്ല. കാരണം സ്വജനങ്ങളിൽ അനുകമ്പ, അതായത് ബന്ധുക്കളോട് അനുകമ്പ ഉണ്ടാകാൻ സാധ്യത. അതാണ് ഞാൻ പറയുന്നത്, ബന്ധുക്കളോട് അനുകമ്പ ഉണ്ടാവില്ല. കാരണം നിൽക്കുന്ന രാശി 4ലേക്ക് ദൃഷ്ടി വരുന്നുണ്ട്, അവിടെ ഉണ്ടാകാൻ സാധ്യത കുറവാണ് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ചഞ്ചല ജീവിതത്തിലെ ചരരാശി ആയതുകൊണ്ട് മനസ്സ് എപ്പോഴും ചഞ്ചലപ്പെട്ട് പോയിക്കൊണ്ടിരിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അത് മൊത്തം ശ്രേഷ്ഠ സ്വഭാവം ഉണ്ടാകും എന്ന് പറയുന്നത്. മേടത്തിന്റെ വൃശ്ചികത്തിന്റെ അധിപനാണ്. അപ്പോൾ മേടലഗ്നത്തിന്റെ പൊതുവായുള്ള ഫലങ്ങളാണ് പറയുന്നത്. ശനി അങ്ങനെ ഈ രാശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ലഗ്നത്തിൽ 10ാം ഭാവത്തിലൊക്കെ ഈ കുജൻ ബന്ധപ്പെടുമ്പോൾ നല്ല കാരണം അതേപോലെ നല്ല ഒരു അനുഭവം കൊടുക്കണമെന്ന് കുജൻ എന്ന് പറയുന്നത്. നല്ല കർമ്മ മേഖലയിലൊക്കെ പുഷ്ടിമ വരുത്തുന്ന ഒരാളായിരിക്കും. രവിയും പറഞ്ഞ പോലെ സർക്കാർ മേഖലയും അതേപോലെ തന്നെ പറയുന്നത് നമ്മുടെ അംഗലക്ഷണങ്ങൾ, ശിരസിന്റെ കാരകത്വം, അടുക്കളയുടെ കാരകത്വം എല്ലാം കുജനുണ്ട്. അസ്ഥിയുടെ മജ്ജയുടെ കാരകത്വം കുജനുണ്ട്. അപ്പം നിങ്ങൾ ഈ 10ാം ഭാവം നിങ്ങളുടെ രാശിചക്രത്തിൽ എവിടെയെങ്കിലൊക്കെ ലഗ്നം ഉണ്ടാകും. ആ കുജൻ 10ഉമായിട്ട്, ഇപ്പോൾ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ 10ഉമായിട്ട് ബന്ധപ്പെടുന്ന കാലഘട്ടമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ എന്താ പറയുക, നമ്മളെ വിദ്യാഭ്യാസം, പോലീസ്, നേവി, ആർമി ഒക്കെ ബന്ധപ്പെട്ട് വരുന്ന കാലഘട്ടമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. എന്നിരുന്നു കഴിഞ്ഞാൽ എന്ത് കാര്യത്തിൽ സാമർത്ഥ്യമുള്ള ആളായിരിക്കും. അതായത് എന്ത് കാര്യത്തിൽ സാമർത്ഥ്യം, അതായത് കുജനാണല്ലോ, സേനാനായകനാണല്ലോ, ഒരു നാടിനെ മൊത്തം സേവിച്ച് അവരെ ഒതുക്കി കൊണ്ട് നടക്കുന്നില്ലേ. അപ്പോൾ ആ കുജൻ അയാളുടെ സ്വഭാവം കാണിച്ചിരിക്കും. അതേ സ്ത്രീ ആണെങ്കിൽ, പുരുഷനാണെങ്കിൽ പരിപൂർണ ആ പുരുഷന്റെ ആ ഒരു ആകാരവടിയോടുകൂടിയായിരിക്കും. ആ ലഗ്നത്തിൽ സ്ത്രീ ആണെങ്കിൽ പുരുഷന്റെ ചിലപ്പം അതേ പ്രകൃതമായിരിക്കും. കാരണം നമ്മൾ ചില സ്ത്രീകളെ കണ്ടില്ലേ, ആ ആണുങ്ങൾ ചിലപ്പോൾ സൗമ്യ പൂച്ചനെ പോലെ ആയിരിക്കും. ചില സ്ത്രീകൾ കണ്ടില്ലേ, ഒരു ആണുങ്ങളെക്കാട്ടി ഒരു നെഞ്ചും പിരിച്ച് വീറോട് കൂടിയിട്ട് എന്തിനും തരണം ചെയ്യുന്ന ആൾക്കാരെ കണ്ടില്ലേ. ആ ഒരു സ്വഭാവം ഉണ്ടായിരിക്കാൻ സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും മുന്നിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരായിരിക്കും ആ ഒരു സ്വഭാവം കാണിക്കും. ഇളയ സഹോദരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇയാളായിരിക്കും കാര്യങ്ങൾ ചെയ്യണത്. അപ്പോൾ കുജനൊക്കെ 10ാം ഭാവം, നിങ്ങളുടെ ജാതകത്തിലൊക്കെ 10ാം ഭാവം കൊണ്ട് പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ IAS, IPS, നേവി, ആർമി, അതേപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിങ്, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈല്, അങ്ങനെ ഇത്യാദി ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നല്ല മേഖല കൊടുക്കും. കാരണം ഈ നല്ലൊരു ചിങ്ങ ധനുവിൻ്റെ ഒക്കെ അധിപൻ എന്ന് പറയുന്നത് നല്ലൊരു ഈ വിദ്യാഭ്യാസ സംബന്ധമായിട്ട് നല്ല അറിവൊക്കെ കിട്ടുകയാണെങ്കിൽ, ഈ അറിവ് എന്ന് പറയുന്നത് ഹിമാലയത്തിൽ പോയിട്ട് തപസ്സിരുന്ന കിട്ടാത്ത സാധനമാണ്. നമ്മളുടെ ഒരു പരീക്ഷണ നിരീക്ഷണങ്ങൾ അതിലൂടെയാണ് അറിവ് ഉണ്ടാക്കുന്നത്. അല്ലാതെ ഹിമാലയത്തിൽ പോയിട്ട് കുറെ തപസ്സിരുന്നത് കൊണ്ട് നമുക്ക് അറിവില്ല. അത് അതേന്ദ്രിയ ജ്ഞാനമാണ്. അത് വേറെ തരം. ഇവിടെ ഒരു വിഷയം പഠിച്ച് ആ വിഷയം പഠിച്ചിട്ട് അതിൽ മുൻഗണന കൊടുത്ത് അത് മറ്റുള്ളവർക്ക് പുറലോകത്ത് എത്തിക്കണം. അത് പരീക്ഷണ നിരീക്ഷണം കൂടിയാണ്. അതാണ് വരാഹി മിഹിരാചാര്യനും ചെയ്തിരിക്കുന്നത്. കാരണം ഈ ജ്യോതിഷ ശാസ്ത്രം എന്നുള്ളത് നമ്മുടെ ഹിമാലയത്തിൽ പോയിട്ട് തപസ്സിരുന്നിട്ട് കിട്ടിയതല്ല. പരീക്ഷണ നിരീക്ഷണങ്ങളോടെയും ചെയ്ത് അതായത് ഒരു ശാസ്ത്രം അത് കൃത്യമായെന്നുണ്ടെങ്കിൽ അത് പരീക്ഷണ നിരീക്ഷണങ്ങളോടെ ആയിരിക്കണം. അല്ലാണ്ട് വെറുതെ എന്തെങ്കിലും പറഞ്ഞ ഒരു നക്ഷത്രഫലം, ഇത് ഒരു കാരണവശാലും നക്ഷത്രഫലം ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു മേടൻ ലഗ്നത്തിന്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. കഴിഞ്ഞ വീഡിയോസിന്റെ ബാക്കിയാണ് പറഞ്ഞത്. അതേപോലെ തന്നെ 6ാം ഭാവത്തിൽ രോഗകാരകൻ, അതായത് ചാരവശാലൊക്കെ ഈ കുജൻ 6ലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയത്തും 4ലൂടെ സഞ്ചരിക്കുന്ന സമയത്തും 8ലൂടെ സഞ്ചരിക്കുന്ന സമയത്തൊക്കെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോകണം. കാരണം അവിടെ കുജൻ എന്ന് പറയുന്നത് 8 കൊണ്ട് മരണം, ദുഃഖം, വേർപാട് ചിന്തിക്കുന്നുണ്ട്. 6 കൊണ്ട് രോഗം ചിന്തിക്കാം. 4 കൊണ്ട് മാതാവിന് ചിന്തിക്കുന്നത്, വീട്, വാഹനം ഇത്യാദി കാര്യങ്ങൾ ചിന്തിക്കുന്നത്. ഈ 4ലൂടെ ഈ ലഗ്നത്തിന്റെ 4ലൂടെ ഒക്കെ സഞ്ചരിക്കുന്ന കാലഘട്ടം അതായത് ഏത് ലഗ്നമായാലും ഈ 4ലൂടെ കുജൻ സഞ്ചരിക്കുന്ന കാലഘട്ടം വീട്, വാഹനങ്ങൾ ഇത്യാദി കാര്യങ്ങൾ എടുക്കാണ്ടിരിക്കുക. അതേപോലെ തന്നെ മാതാവിന് സ്വസ്ഥത കുറവൊക്കെ വരാൻ കിട്ടും. മാതാവിന്റെ കലഹം ഉണ്ടാകാം. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ ഒരു രാശിയിൽ 48 ദിവസമാണ് ഒരു രാശിയിൽ കുജൻ നിൽക്കുന്നത്. അപ്പോൾ പൊതുവായിട്ട് ഇത്രയുമാണ്. ഇനി അങ്ങോട്ട് പൊതുവായിട്ട് കാര്യങ്ങൾ പറയാനുള്ളത്. അതുപോലെ തന്നെ എല്ലാവരോടും അഭിമാനി, ശൂരത, അതേപോലെ പ്രവൃത്തികളും വിജയം ഉണ്ടാകും എന്നാണ്. പിന്നെ അതുപോലെ തന്നെ അന്യദേശ സഞ്ചാരം ഉണ്ടാകും എന്നാണ് പറയുന്നുണ്ട്. അതും പറയുന്നുണ്ട്. പിന്നെ പറയുന്നു ശരീരപേശികളും
പിത്തപ്രകൃതിയും ഉണ്ടാകും. കഫവാത പിത്തപ്രകൃതി ഉള്ള വ്യക്തികളായിരിക്കാം എന്നുണ്ടാകുന്നത്. അലസത സ്വഭാവം നല്ലത്, എപ്പോഴും അലസത സ്വഭാവം എപ്പോഴും നീണ്ടു നിൽക്കുന്ന ആയിരിക്കുന്ന രീതികളായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മേടം ലഗ്നത്തിൻ്റെ അന്ന് പറഞ്ഞകാട്ടും പറയാനുള്ളത്. അതായത് മേടം ലഗ്നത്തിൽ 3 ഗ്രഹബന്ധമുണ്ട്. ഒന്നുകൂടി പറഞ്ഞുതരാം. അശ്വതി 4-ാം പാദം, ഭരണി 4, കാർത്തിക 1-ാം പാദമാണ് ഈ രാശിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 10 ഡിഗ്രിയിൽ രവി 5-ാം ഭാവം ഉച്ചനാകുകയും മേടത്തിൻ്റെയും അതായത് നമ്മുടെ 10-ാം രാശിയായ മകരത്തിൻ്റെയും 11-ാം രാശിയായ കുംഭത്തിൻ്റെ അധിപതി ശനി 20 ഡിഗ്രി നീചനാവുകയും കുജൻ സ്വക്ഷേത്രമാവുന്ന ഈ മേടൻ രാശിയിൽ 3 ഗ്രഹബന്ധമാണ്. അപ്പം ഈ 3 ഗ്രഹബന്ധം 8-ാം രാശിയും കൂടിയാണ് ഈ പറയുന്ന വൃശ്ചിക രാശിയാണ്. അപ്പം ഇതാണ് പൊതുവായിട്ട് ഇതിൻ്റെ ത്രികോണം എന്ന് പറയുന്നത്. മേടച്ചിങ്ങ ധനു ത്രികോണം, 4 കർക്കിടകം, 7 തുലാം, 10 നമ്മുടെ മകരമാണ്. ഇതാണ് കാലാവസ്ഥ. ഈ മേടൻ ലഗ്നത്തിൻ്റെ അന്ന് പറഞ്ഞ കുറച്ചും കൂടി വ്യത്യസ്ത രീതിയിലും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അതേപോലെ തന്നെ ചില സമയങ്ങളിലൊക്കെ ശരീരത്തിൽ വ്രണങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ചാരവശാലൊക്കെ വരുന്ന സമയത്ത് ഈ നിങ്ങളുടെ ജാതകത്തിൽ ലഗ്നം എവിടെയെങ്കിലൊക്കെ ഉണ്ടാകും. ആ ലഗ്നത്തിലൂടെ കുജൻ 4-ലൂടെ സഞ്ചരിക്കുന്ന കാലഘട്ടം വീട്, വാഹനം ഇത്യാദി കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. അതായത് അപ്ഡേറ്റിൽ നിങ്ങൾ ചാരവശാലല്ല, നമ്മളൊരു ശുഭകർമ്മം നിങ്ങൾ ചെയ്യുമ്പോൾ 4-ലൂടെ ചാരവശാല 4-ലൂടെ വരുമ്പോൾ കുജൻ നല്ലതല്ല പറയണത്. അതേപോലെ തന്നെ നമ്മുടെ 6-ലൂടെ വരുമ്പോൾ രോഗം കൊടുക്കും, 8-ലൂടെ കൊടുക്കും, ബുദ്ധിമുട്ട് കൊടുക്കും. അങ്ങനെ ഓരോ ഭാവങ്ങളുടെ ചാരവശാലൊക്കെ വരുന്ന സമയത്തൊക്കെ നിങ്ങൾ ഈ കുജന്റെ ആധിപത്യമുള്ള കാലഘട്ടങ്ങൾ വളരെ ശ്രദ്ധിക്കുക, മുന്നോട്ട് പോവുക. പിന്നെ അതേപോലെ തന്നെ എപ്പോഴും ദേഷ്യം, അലസത സ്വഭാവമൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട. ജീവിതത്തിൽ നമ്മുടെ ജീവിതയാത്രകളൊക്കെ പലരും പല വ്യത്യസ്തമാണ്. ഒരേ ഡിഗ്രി മിനിറ്റ് ജനിച്ച രാജകൊട്ടാരത്തിൽ ജനിച്ചതുണ്ടാവും, ചേരിയിലൊരു ജനിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത്യാദി കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നോട്ടൊക്കെ എന്താ പറയുക ഈ വ്യത്യസ്ത ജീവിതയാത്രകളായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജാതകത്തിൽ ലഗ്നത്തിൻ്റെ 10-ലൊക്കെ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ 10-ലൊക്കെ ബന്ധപ്പെടുന്ന കുജനൊക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ IAS, IPS, മിലിറ്ററി, നേവി, പോലീസ് മേഖലയിലോ പട്ടാള മേഖലയിലോ അതിൽ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ഇത്യാദി മേഖലയിലൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കെമിസ്ട്രി വിഷയം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മേൽഗതി ഉണ്ടാകുമെന്നാണ്. ഇന്ന് ഇത്രയും കാര്യമാണ് മേടൻ ലഗ്നത്തിൻ്റെ 2-ാം പാർട്ടിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.